ഓരോ കാലങ്ങളിൽ ശനി വിവിധ രാശികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ 2 വീഡിയോകളിലായി വിശദീകരിച്ചത്. ഈ വീഡിയോയിലും ശനിയുടെ ചാരഫല വിശേഷങ്ങളെക്കുറിച്ച് തന്നെയാണ് വിശദീകരിക്കുന്നത്. ജനന സമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന രാശി ഏതാണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാരഫലം നിർണ്ണയിക്കുന്നത്. ജന്മക്കൂറിലും അതിൻ്റെ 2ഉം 12ഉം ഭാവങ്ങളിലും ഇങ്ങനെ 3 രാശികളിലായി ശനി സഞ്ചരിക്കുന്ന കാലമാണ് ഏഴര ശനിക്കാലം. ഇതുകൂടാതെ ജന്മക്കൂറിൽ നിന്ന് 4, 7, 10 എന്നീ കണ്ടകരാശികളിലും, അതായത് കേന്ദ്ര രാശികളിലും ശനി സഞ്ചരിക്കുന്ന കാലമാണ് കണ്ടകശനിക്കാലം. ഏഴര ശനിയുടെയും കണ്ടകശനിയുടെയും ഫലവിശേഷങ്ങളെക്കുറിച്ച് കഴിഞ്ഞ 2 വീഡിയോകളിലായി വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഏഴര ശനിക്കാലവും കണ്ടകശനിക്കാലവും കൂടാതെ 8ാമത്തെ രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലവും, അതായത് ജന്മക്കൂറിൽ നിന്ന് 8ാമത്തെ രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലവും ദോഷപ്രദം തന്നെയാണ്. ജന്മക്കൂറിൽ നിന്ന് 3, 11, 6 എന്നീ രാശികളിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് അനുകൂല ഫലം നൽകുന്നത്. ഇങ്ങനെ അനുകൂല ഫലം നൽകുന്ന രാശികൾക്കാണ് ഗോചരസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഗോചരസ്ഥാനത്ത് കൂടി സഞ്ചരിക്കുന്ന ശനിയുടെ ഫലം നിർണ്ണയിക്കുന്ന അവസരത്തിൽ അതാത് രാശികളുടെ വേദസ്ഥാനത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഗോചരസ്ഥാനങ്ങളെക്കുറിച്ചും വേദസ്ഥാനങ്ങളെക്കുറിച്ചും കഴിഞ്ഞ വീഡിയോയിലും വിശദീകരിച്ചിട്ടുള്ളതാണ്. വിഷയം വളരെ സങ്കീർണമായതുകൊണ്ട് ഇവിടെയും വിശദീകരിക്കുന്നതെന്ന് മാത്രം. ജന്മക്കൂറിൽ നിന്നുള്ള 3ാം ഭാവത്തിന് 12ാം ഭാവവും, 11ാം ഭാവത്തിന് 5ാം ഭാവവും, 6ാം ഭാവത്തിന് 9ാം ഭാവവും വേദരാശികളാണ്. വേദരാശികളെ കണക്കാക്കുന്നതും ജന്മക്കൂറിൽ നിന്ന് തന്നെയാണ്, അല്ലാതെ ഗോചരസ്ഥാനങ്ങളിൽ നിന്നല്ല. ഗോചരസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്ന കാലത്ത് അതിൻ്റെ വേദസ്ഥാനമായ 12ാം ഭാവത്തിൽ സൂര്യനൊഴികെ ഏതെങ്കിലും ഒരു ഗ്രഹം സഞ്ചരിക്കുന്നുവെങ്കിൽ ആ ഗ്രഹം ശനിയുടെ ഫലദാന ശേഷിയെ നശിപ്പിക്കുന്നു, ശനിയെ വേദിക്കുന്നു എന്നർത്ഥം. ഇവിടെ സൂര്യൻ ഒഴികെ എന്ന് പറയുന്നതിന് കാരണം സൂര്യൻ ശനിയെ വേദിക്കുന്നില്ല, അതുപോലെ ശനിയും സൂര്യനെ വേദിക്കുന്നതല്ല. സൂര്യൻ്റെ പുത്രനാണ് ശനി എന്നാണ് സങ്കല്പം. ഇവിടെ പറഞ്ഞ 3, 11, 6 എന്നീ ഗോചരസ്ഥാനങ്ങൾക്ക് വേദരാശികൾ എന്നും പറയും. അതായത് വേദരാശികൾ നിൽക്കുന്ന ഗ്രഹം കൊണ്ട് വേദിക്കപ്പെടുന്ന രാശികൾ എന്നർത്ഥം. മൂന്നാം ഭാവത്തിന് 12ാം ഭാവവും, 11ാം ഭാവത്തിന് 5ാം ഭാവവും, 6ാം ഭാവത്തിന് 9ാം ഭാവവും വേദരാശികളാണ്. ഈ വേദസ്ഥാനങ്ങളായ 12, 5, 9 എന്നീ ഭാവങ്ങളിലൂടെ ശനി സഞ്ചരിക്കുമ്പോഴുള്ള കാലം ദോഷപ്രദമായിരിക്കാനാണ് സാധ്യത. എന്നാൽ വിപരീത വേദത്താൽ ശനി അനുകൂല ഫലം നൽകുകയും ചെയ്യും. ഇവിടെ വിപരീത വേദഫലം നിർണ്ണയിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. വേദസ്ഥാനമായ 12ാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്ന സമയത്ത് അതിൻ്റെ ഗോചരസ്ഥാനമായ 3ാം ഭാവത്തിലൂടെ സൂര്യനൊഴികെ ഏതെങ്കിലും ഒരു ഗ്രഹം സഞ്ചരിക്കുന്നുവെങ്കിൽ അക്കാലത്ത് ശനി ഗുണഫലം തന്നെയായിരിക്കും നൽകുക. അതുപോലെ മറ്റൊരു വേദസ്ഥാനമായ 5ാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്ന കാലം ദോഷഫലമാണ് അനുഭവപ്പെടേണ്ടത്. എന്നാൽ അതിൻ്റെ ഗോചരസ്ഥാനമായ 11ാം ഭാവത്തിലൂടെ സൂര്യനൊഴികെ ഏതെങ്കിലും ഒരു ഗ്രഹം സഞ്ചരിക്കുന്നുവെങ്കിൽ അക്കാലത്ത് 5ലെ ശനി ദോഷം നൽകുന്നില്ല, ഗുണഫലം തന്നെ നൽകുകയും ചെയ്യും. ശനിയുടെ മറ്റൊരു വേദസ്ഥാനമാണ് 9ാം ഭാവം. 9ാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്ന കാലവും ദോഷപ്രദം തന്നെയാകാനാണ് സാധ്യത. എന്നാൽ അതിൻ്റെ ഗോചരസ്ഥാനമായ 6ാം ഭാവത്തിലൂടെ സൂര്യനൊഴികെ ഏതെങ്കിലും ഒരു ഗ്രഹം സഞ്ചരിക്കുന്നുവെങ്കിൽ അക്കാലത്ത് 9ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി
ദോഷപ്രദനാകുന്നില്ല, ഗുണഫലം നൽകുകയും ചെയ്യും. ഇങ്ങനെ ശനിയുടെ ചാരഫലം നിർണ്ണയിക്കുമ്പോൾ ഗോചരസ്ഥാനങ്ങളിലെ ഗ്രഹങ്ങളെയും വിപരീത വേദഫലത്തെയും വേദസ്ഥാനങ്ങളിലെ ഗ്രഹത്തെയും എല്ലാം യോജിപ്പിച്ചുകൊണ്ട് വേണം ഫലനിർണ്ണയം നടത്താൻ. എങ്കിലേ ഫലത്തിന് കൃത്യത ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ എല്ലാ ഗ്രഹങ്ങൾക്കും ഗോചരസ്ഥാനങ്ങളും വേദസ്ഥാനങ്ങളും ഉണ്ട്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി വേണം ഗ്രഹങ്ങളുടെ ചാരഫലം നിർണ്ണയിക്കാൻ. ഗ്രഹങ്ങളുടെ ചാരഫലം നിർണ്ണയിക്കുന്നത് ചന്ദ്രൻ നിൽക്കുന്ന രാശി മുതലായത് എന്തുകൊണ്ട് എന്ന് പലർക്കും സംശയം തോന്നാം. എന്നാൽ അതിൻ്റെ അടിസ്ഥാന പ്രമാണം ഇപ്രകാരമാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഗ്രഹങ്ങളുടെ അഷ്ടവർഗ പ്രസ്ഥാനത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് എത്രാമത്തെ രാശിയിലാണോ ഗ്രഹങ്ങളുടെ അക്ഷം വീഴുന്നത് ആ സ്ഥാനങ്ങളിലൂടെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂല ഫലം തന്നെ നൽകും. ആ രാശികൾക്കാണ് ഗോചരസ്ഥാനങ്ങൾ അഥവാ ഗോചര രാശികൾ എന്ന് പറയുന്നത്. ഇവിടെ ശനിയുടെ അഷ്ടവർഗം കണക്കാക്കുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് 3, 6, 11 എന്നീ ഭാവങ്ങളിലാണ് ശനിയുടെ അക്ഷം വീഴുന്നത്. ആ രാശികളിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ ഗുണഫലം നൽകുന്നു. അതുകൊണ്ട് ശനിയുടെ ഗോചരസ്ഥാനങ്ങൾ ഈ ഭാവങ്ങളായി. ഇങ്ങനെ ജന്മക്കൂറിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ഗ്രഹങ്ങളുടെയും ഗോചരസ്ഥാനങ്ങൾ കണക്കാക്കുന്നത്. ഗോചരസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ അനുകൂല ഫലമാണല്ലോ നൽകേണ്ടത്. എന്നാൽ ജാതകത്തിൽ അവ ദുർബലനായി അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ ഗുണഫലം നൽകുന്നതല്ല, ദോഷഫലം കുറയും എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഗോചരകാലത്ത് ഗ്രഹത്തിന് പാപദൃഷ്ടിയോ പാപയോഗമോ ബലഹാനിയോ ഉണ്ടെങ്കിൽ അവിടെയും ഫലം പൂർണ്ണമാവുകയില്ല. ഇവയെല്ലാം ചിന്തിച്ച് വേണം ഫലനിർണ്ണയം നടത്താൻ. അതാത് കാലത്തെ ദശാഫലം കൂടി യോജിപ്പിച്ച് വേണം ഗോചരഫലത്തെ നിർണ്ണയിക്കാൻ. ദശാഫലവും ഗോചരഫലവും അനുകൂലമാണെങ്കിൽ ശുഭഫലം ഏറിയിരിക്കും. രണ്ടും ദോഷമാണെങ്കിൽ ദോഷഫലം കൂടിയിരിക്കും. ഒന്ന് ശുഭകരവും മറ്റേത് അശുഭവുമാണെങ്കിൽ ഫലം മിശ്രമായിരിക്കും. ഇപ്രകാരമുള്ള വ്യത്യാസവും കണക്കാക്കണം. ഓരോ വ്യക്തിയുടെയും കർമ്മഫലം 2 വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. ഒന്ന് ദൃഢകർമ്മഫലം, 2 അദൃഢകർമ്മഫലം. മനഃപൂർവമായി ദൃഢമായ ബോധത്തോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളാണ് ദൃഢകർമ്മങ്ങൾ. മനഃപൂർവമല്ലാതെ യാദൃച്ഛികമായി സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്താൽ ചെയ്തു പോകുന്ന കർമ്മങ്ങളാണ് അദൃഢകർമ്മങ്ങൾ. ശുഭഫലമായാലും അശുഭഫലമായാലും ദൃഢകർമ്മത്തിൻ്റെ ഫലമാണ് ദശാഫലം സൂചിപ്പിക്കുന്നത്. ഗോചരഫലം അദൃഢകർമ്മത്തിൻ്റെ ഫലവും സൂചിപ്പിക്കുന്നു. അദൃഢകർമ്മഫലമായതിനാൽ അതാത് ഗ്രഹങ്ങളുടെ ദേവതകളെ സ്തുതി, നമസ്കാരം, മന്ത്രജപം മുതലായവ കൊണ്ട് പ്രസാദിപ്പിച്ചാൽ ഗോചരഫലത്തിന് പരിഹാരം കാണാവുന്നതാണ്. ദൃഢകർമ്മഫലമായതിനാൽ ദശാഫലങ്ങൾ കുറേയൊക്കെ അനുഭവിക്കേണ്ടതായും വരും.